നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് KKR വേഴ്സസ് ഡൽഹി മാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രിവ്യൂ ആണ്. ഈ മാച്ചിന്റെ ശരിക്കും പ്രാധാന്യം വേണമെന്നുണ്ടെങ്കിൽ നാളെ നടക്കുന്ന ആദ്യത്തെ മത്സരം RR വേഴ്സസ് മുംബൈ മത്സരത്തിൽ RR പരാജയപ്പെടുവാണെങ്കിൽ മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു റിലവൻസ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഡെഡ് റബ്ബർ ആയിട്ടുള്ള ഒരു മാച്ചായിട്ട് മാറും. എങ്കിൽ പോലും ആ RR പരാജയപ്പെടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ചായിട്ട് ഈ മാറുകയും ഈ ടൂർണമെന്റിന്റെ ഏറ്റവും അവസാന മാച്ചിലേക്ക് എക്സൈറ്റിംഗ് ആയിട്ട് ഈ ടൂർണമെന്റ് വന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ അത്രയും എന്താ പറയുക ത്രില്ലിംഗ് ആണ് നമുക്ക്. സോ അത് മാത്രമാണ് ഈ ഒരു മാച്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രസക്തി എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് റൺ റേറ്റ് ആണ്. KKR ഏത് രീതിയിൽ ഡൽഹിയെ പരാജയപ്പെടുത്തിയാൽ ഈ പഞ്ചാബിന് മുകളിൽ നിൽക്കും എന്നുള്ള റൺ റേറ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതല്ലാതെ തന്നെ KKR എങ്ങനെ അത് സാധിക്കും, ഈ പറയുന്ന ഒരു ഹ്യൂജ് മാർജിനിൽ എങ്ങനെ ഡൽഹിയെ പരാജയപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബ്രോ, ഇത് KKR കൊണ്ട് പറ്റുമോ? പാടാം. KKR കൂട്ടിയാൽ കൂടുവോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്. കാരണം അത്രത്തോളം പഞ്ചാബിൻ്റെ നെറ്റ് റൺ റേറ്റ് കയറിപ്പോയിരിക്കുകയാണ്. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ പല വീഡിയോസിൽ ഒരുപാട് കമൻറ്റ് കണ്ടിരുന്നു, രണ്ട് ഗുണ്ടകൾ വന്ന് റിവ്യൂ ചെയ്യുന്നിട്ടുണ്ടെന്ന്. എനിക്ക് പറഞ്ഞാൽ ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. പിന്നെ ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ട് ഇവിടെ മുടി വെട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് കുറ്റിയായിട്ട് മുടി വെട്ടും, അതാരും കാണിക്കേണ്ടെന്ന് കരുതി ഈ തൊപ്പി വെക്കുന്നത്, അതെടുത്ത് മാറ്റി വെച്ചു. ക്ഷമിക്കുക. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിക്കറ്റ് എൻത്യൂസിയാസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഇൻട്രാക്ഷൻസും ഞങ്ങളുടെ ഫ്യൂച്ചറായിട്ടുള്ള ഗ്രോത്തിനും ഞങ്ങളെ തന്നെ ഒരു സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നതിനും വലിയ ഹെൽപ്ഫുള്ളായിരിക്കും. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലേക്ക് വീഡിയോയിലേക്ക് കടക്കാം. KKRനൊരു ബാലികല മല എന്നുള്ള രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിരിക്കുകയാണ്. അത് 77 റണ്ണ് 200 ഡിഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മിനിമം 77 പോട്ടെ, ഒരു 80 റണ്ണിനെങ്കിലും കളി ജയിക്കണം. അതായത് DCയെ 120 റണ്ണിന് ഒതുക്കണം. ഓക്കെ, ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 12 ഓവറിൽ കളി ജയിക്കണം. അതും 12 ഓവറിൽ 201 ഔട്ട് സ്കോർ ചെയ്യണം. മനസ്സിലായി? അങ്ങനൊരു വലിയൊരു കടമ്പ ഉണ്ട് KKRനെ സംബന്ധിച്ച്. KKRനെ സംബന്ധിച്ച് കളി ജയിച്ചാൽ മാത്രം പോരാ, ജയിക്കുന്ന രീതിയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. അതിനുള്ള പടക്കങ്ങൾ ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടക്കങ്ങളുണ്ട്, എല്ലാം നനഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രശ്നം. അത് പൊട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. സിമ്പിൾ ആയിട്ട് ഈ ഇക്വേഷൻ പറയാനാണെന്നുണ്ടെങ്കിൽ 2-2 നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. 2-2 പേരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഇത്. ഒന്ന് സുനിൽ നരേൻ, 2 ഫിന്നാലെ. ഇവർ രണ്ടുപേരും വിചാരിച്ചാൽ മാത്രമേ KKRന് ഇത് ഫുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. വേറെ ആരും വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്നുള്ളത്. സോ അഥവാ ഇത് എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഈ 2 പേരിലൂടെ ആയിരിക്കും. ബോൾ ചെയ്യുമ്പോൾ എറിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ എറിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഡൽഹി അത്ര മോശം പെർഫോമൻസ് ഒന്നും അല്ല. ഡൽഹി ശരിക്കും പറഞ്ഞാൽ ഒരു യങ്ങർ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് ഒരു ലേറ്റർ ഹാഫ് ഓഫ് ദ സീസണിലേക്ക് വന്നപ്പോൾ. അവര് നല്ല രീതിയിൽ അത് അവർക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇപ്പൊ RRനെ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ഈസി. ഡൽഹി അങ്ങനെ പെട്ടെന്ന് അടിക്കാനൊന്നും പറ്റത്തില്ല. മിച്ചൽ സ്റ്റാർക്ക് അടക്കമുള്ള ബോളേഴ്സ് ഉണ്ട് അവരുടെ കയ്യിൽ. ഈ ഫിന്നലനെയൊക്കെ നേരെ പൊക്കിക്കൊണ്ട് പോകാനും മതി ഫസ്റ്റ് ഓവറിൽ തന്നെ, ഫസ്റ്റ് സ്പെല്ലിൽ തന്നെ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ഈസി KKRനെ സംബന്ധിച്ച്. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്താൽ പോരെ? അതോ ഡൽഹിയുടെ അതിനെല്ലാം മുമ്പേ നിങ്ങൾ ആദ്യമേ ഉച്ചക്കത്തെ കളി കാണുക. ആ കളി രാജസ്ഥാനാണ് ജയിക്കുന്നുണ്ടെങ്കിൽ ഈ സയന്റിഫിക് കാൽക്കുലേറ്റർ അതേപടി കൂട്ടി അടച്ചു വെച്ച് ടേബിൾ അടയ്ക്കുക. ബാക്കി ഇനി അവർ നോക്കിക്കോളും. അതല്ലാത്ത പക്ഷേ ഉള്ളൂ. പിന്നെ ഇതിനെ 2 ആംഗിളിൽ നിന്ന് നോക്കാം. ഇവർ ബാറ്റ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ടീമിനെ ആയിരിക്കും ഇറക്കുക. അവർ ബാറ്റിംഗ് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു ടീമിനെ ആയിരിക്കും ഇറക്കുക. കാരണം ഔട്ട് പെർഫോമൻസ് എന്നുള്ളൊരു ആംഗിളിൽ മാത്രമേ ഇവർ കാണുകയുള്ളൂ. KKR ഈ 12 ഓവർ 200 ചേസ് ചെയ്യാൻ പോയി 10 ഓവറെ കളി തോക്കുന്നതും ചിലപ്പോൾ കാണേണ്ടി വരും. കാരണം അവിടെ അത്ര ഈസി അല്ല കാര്യങ്ങൾ. അവിടെ സ്ട്രൈക്ക് ബോളേഴ്സ് ഉണ്ട്. മിച്ചൽ സ്റ്റാർക്കിൻ്റെ അഡീഷൻ പുള്ളിയെ ചെറുതായിട്ട് കാണരുത്. ഒറ്റയ്ക്ക് ഒരു സൈഡിൽ നിന്ന് ഒരു കളി വലിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റും. അത് ഈ വന്ന കുറച്ച് കളികളെ ഉള്ളെന്നുണ്ടെങ്കിലും ആ ഓരോ കളികളിലും പുള്ളിയുടെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. ഒരു വിക്കറ്റായിട്ട് ആയിരിക്കത്തില്ല പുള്ളി എടുക്കുന്നത്. പുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ 2 വിക്കറ്റ് എടുക്കും കണ്ടിന്യൂസ് ആയിട്ട്. നമ്മൾ ഈ ടൂർണമെൻ്റ് തന്നെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് റിപ്പീറ്റഡ്ലി നടക്കുന്നുണ്ട്. 2 തവണ പുള്ളി സ്ട്രൈക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? അപ്പോൾ അത്ര ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു ബോളിംഗ് ലൈനപ്പാണ് അവരുടെ. അതേകൂട്ട് തന്നെ ഒരു എവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് സൈലൻ്റ് ആയിട്ട് ലുങ്കി എങ്കിടിയും അവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഔട്ട് സ്കോർ ചെയ്യുക, ഈ 12 ഓവറിൽ 200 അടിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ പാടാണ്. അതും പ്രത്യേകിച്ച് നമ്മൾ പല ആവർത്തി
നമ്മൾ ആ KKRന്റെ ബാറ്റ്സ്മാൻമാരുടെ സ്ട്രൈക്ക് റേറ്റും ആവറേജും എടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ ഫിന്നലൻ ഓക്കെ, മറു സൈഡിൽ നിൽക്കുന്ന റഹാനയുടെ ഈ ടൂർണമെൻറ്റ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ 126. അതും കൊണ്ട് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല. ആവറേജ് നിന്ന് അതിലും മോശമാണ്. ബോൾ സ്പോട്ട് ബൗണ്ടറി നോക്കി അതിലും മോശമാണ്. രണ്ടാമത് ഇറങ്ങുന്ന രഘുവംശി ഇപ്പോഴും 140 സ്ട്രൈക്ക് റേറ്റിലാണ് കളിക്കുന്നത്. കഴിഞ്ഞ കളി നല്ല രീതിയിൽ കഴിച്ചെങ്കിൽ പോലും പുള്ളി പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ കളി ഇഞ്ചുറി പറ്റി കയറിപ്പോയ ആളാണ്. കൺകഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ വെച്ചിട്ടാണ് അത് മറികടന്നത്. അപ്പോൾ ഈ കളി കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് അടുത്തൊരു ചോദ്യം. കാരണം കണ്ടിന്യൂസ്ലി 4-5 50 ഒരു 6 ഇന്നിങ്സിൽ നിന്ന് അടിച്ചിട്ട് നിൽക്കുന്ന അത്ര ഫോമിൽ നിൽക്കുന്ന ഒരു പ്ലെയറാണ്. സ്ട്രൈക്ക് റേറ്റ് മോശമാണെന്നുണ്ടെങ്കിൽ പുള്ളി റൺസ് സ്കോർ ചെയ്യാറുണ്ട്. പിന്നെ ഇൻകൺസിസ്റ്റൻ്റ് ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഗ്രീനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നൂട്ടാ, പൊട്ടിയാൽ പൊട്ടി, പൊട്ടിയില്ലേ പോയി. പിന്നെ റോമൻ പവലിൻ്റെ ഒരു ആവശ്യകത അവർക്കില്ല. റോമൻ പവൽ ആകെ എടുത്തിരിക്കുന്നത് 121 റണ്ണാണ്, 90 പന്തം കണ്ട് ഫേസ് ചെയ്തിട്ടാണ്. അതിനെക്കാട്ടി ബെറ്റർ ആയിട്ട് അവിടെ റിങ്കു സിംഗ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യും. അതേ കൂട്ട് തന്നെ എക്സ്പ്ലോസീവ് ആയിട്ട് അവർക്ക് രണംദീപ് സിംഗിനെയും ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? ഇത് ബോളിംഗ് ആണെന്നുണ്ടെങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അവർ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് അവരെ എറിഞ്ഞിടുന്ന രീതിയിലായിരിക്കും പോവുക. കാരണം ഏറ്റവും കുറഞ്ഞ ഓവറിൽ ബാറ്റിംഗ് ഔട്ട് പെർഫോമൻസിൽ ജയിക്കാൻ പറ്റി. കളി അവർ ഈ നരേൻ്റെ കയ്യിലൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നരേൻ വരെ ഒന്നും എത്തരുത് ഈ കളി. നരേൻ എറിയുന്നത് എപ്പോഴാണ്? പവർ പ്ലേ കഴിയുമ്പോഴാണ്. മനസ്സിലായി? പവർ പ്ലേ ഇടയ്ക്ക് 1-2 ഓവർ എറിയാറുണ്ട്. അതും അടുത്തൊരു പ്രശ്നം. അവർ ഒരു ഫോറിൻ സ്ട്രൈക്ക് ബോളർ ഇല്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രശ്നം. 17 വന്നു, ആകെ എറിഞ്ഞത് 6 പന്തം കണ്ട. കണക്കൂട്ടി നോക്കി ഇപ്പോൾ പുള്ളിയുടെ ഒരു ബോൾ എറിയാൻ എടുത്ത തുക എന്ന് പറയുന്നത് 2.25 കോടിയാണ്. 6 പന്ത് എറിഞ്ഞിട്ടുള്ളൂ, കാശും മേടിച്ചു പോയി, അടുത്ത പരിക്കായി. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു സ്ട്രൈക്ക് അപ്പ് ഫ്രണ്ട്, ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ സുനിൽ നാരായണനെ എറിയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ സുനിൽ നാരായണനെ മിഡ് ഡേ വെക്കത്തുള്ളൂ. വരുൺ ചക്രവർത്തി, അനുകുൽ റോയ് എന്നുള്ള സ്പിന്നിങ് ട്രയോ അതുവരെ കളി കൊണ്ടെത്തിക്കരുത്. അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ നടക്കണം അവർക്ക് ക്വാളിഫൈ ആവണമെന്നുണ്ടെങ്കിൽ. അത് നടക്കാനുള്ളത് ഉണ്ടോ എന്നെൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇല്ല എന്നുള്ളതായിരിക്കും എൻ്റെ മറുപടി. 99% നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞ ഫിന്നലനോ ഈ സുനിൽ നാരായണനെ വിചാരിക്കണം, അതും അവരുടെ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുത്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ. കാരണം ഡൽഹിയുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ അഭിഷേക് പോർല കഴിഞ്ഞ കളിയിൽ 50 അടിച്ചിട്ട് നിൽക്കുകയാണ്. KL രാഹുൽ 50 അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ. അക്സർ പട്ടേൽ ലേറ്റർ ഹാഫിൽ ഇപ്പം നല്ല ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ ട്രിസ്റ്റ്യൻ സബ്സ്, ഡേവിഡ് മില്ലർ, അസുതോഷ് ശർമ്മ ഇവരെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യും. ഇത്രയും വലിയൊരു ബോളിംഗ് ലൈനപ്പിൽ ബാറ്റിംഗ് ലൈനപ്പിൽ എറിഞ്ഞിടണം. ഇനി തിരിച്ചാണെന്നുണ്ടെങ്കിലും അവരുടെ ബോളിംഗ് ഈ സ്റ്റാർക്ക് അടക്കമുള്ള ബോളേഴ്സിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പൊ അവർ പുതിയതായിട്ട് വന്ന ബോളേഴ്സ് വരെ നന്നായിട്ട് അറിയുന്നുണ്ട് ഡൽഹിക്ക് വേണ്ടിയിട്ട്. എങ്കിടി ഉണ്ട്, സ്റ്റാർക്ക് ഉണ്ട്, പോരാത്തതിന് എന്താണ് മാധവ് തിവാരി നല്ല വൃത്തിയായിട്ട് അറിയുന്നുണ്ട്. അക്സർ സ്പിന്നിനെ അവർ കുറച്ച് ഓൾറൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പെർഫോമൻസ്. ഇതും കൂടാണ് കൊൽക്കത്ത. സോ അക്സർ പട്ടേൽ ഉണ്ട്, അക്സർ പട്ടേൽ ഉണ്ട്, ചിലപ്പോൾ കുൽദീപ് യാദവ് കളിപ്പിക്കുമെന്ന് അറിയില്ല കൊൽക്കത്ത ആയതുകൊണ്ട്. സോ ഇറ്റ്സ് നോട്ട് ഈസി. എനിക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പോസിബിൾ അല്ല, 99% പോസിബിൾ അല്ല KKRനെ സംബന്ധിച്ച്. ഇല്ല, ഇതിനാണ് അതിന് KKR അണ്ടർലൈങ് പുൾ ആയിട്ട് ഓഫ് ഞാൻ ചെയ്ത് 2 ഡേറ്റയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ ഇന്ന് KKR കപ്പടിക്കണം എന്നുള്ളതാണ്. ഇത് പുൾ ഓഫ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ KKR കപ്പടിക്കണം. കാരണം പിന്നെ അവർക്ക് ഇമ്പോസിബിൾ ആയിട്ട് ഒന്നുമില്ല. കാരണം ഈ ഒരു സ്റ്റേജിൽ കിടന്നിട്ട് ഇതും കൂടെ പൊക്കിയെടുത്ത് വരാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു കപ്പടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ചാൻസ് വളരെ കുറവാണ്. ബ്രോ എന്താ പറഞ്ഞു? അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഞാൻ 2 ഡേറ്റയും കൂടെ തരാം. ഞാൻ ഫിന്നലൻ ഔട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞ 2 കളികൾ, ഒരു കളികളിൽ ഒരു സെഞ്ചുറിയും ഒരു 93. ആ 2 കളിയിലെ സ്കോർ ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ KKR ഒരു കളി 15 ഓവറിലാണ് 147 എന്നുള്ളത് എത്തിയത്. മനസ്സിലായി? അതായത് ഫിന്നലൻ ഔട്ട് പെർഫോം ചെയ്ത ആ കളി പോലും അവർ 12 ഓവറിൽ 200 എത്തിയിട്ടില്ല. തൊട്ട് മുമ്പുള്ളൊരു കളി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, തൊട്ട് മുമ്പത്തെ കളിയാണെന്നുണ്ടെങ്കിൽ പോലും അവർ 200, അന്ന് 93 റൺ എടുക്കേണ്ടായി ഫിന്നലൻ. അന്ന് അവർ 200 എന്ന് പറഞ്ഞ സ്കോർ എത്തിയത് 17 ഓവറിലാണ്. മനസ്സിലായി? അതിൻ്റെ ആ മീൻ എടുത്താൽ പോലും ഒരു 15 നിൽക്കും, അല്ലെ ഒരു 16 അടുത്ത് വരുന്നുണ്ട്. അതും 12ഉമായിട്ട് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഫിന്നലൻ ഒരാൾ മാത്രം ഔട്ട് പെർഫോം ചെയ്തുകൊണ്ട് പരിപാടി നടക്കത്തില്ല. വരുന്ന എല്ലാവരും 300 സ്ട്രൈക്ക് റേറ്റെങ്കിലും കളിക്കാൻ തയ്യാറായിട്ട് വേണം വരാൻ. പിന്നെ ആകെ ഉള്ളത് വേൾഡ് കപ്പിൽ ആ മാച്ച് ഉണ്ടല്ലോ, ഫിന്നലൻ കളിച്ചൊരു മാച്ച്, അതാണ് അവർക്ക് ന്യൂസിലാൻഡിന് വേണ്ടി കളിച്ചൊരു മാച്ച്. അതാണ് 9 ഓവറിൽ അമ്മാരെ അടിക്കണം, പക്ഷെ നടക്കത്തില്ല. ഈ ബോളിങ്ങിലാണെങ്കിൽ പോലും ഈ നരേനെ കൊണ്ട് മാത്രം കൂട്ടിയേ കൂടത്തില്ല. ബാക്കി ആര്? വരുൺ ചക്രവർത്തി പരിക്കിന്റെ പിടിയിലാണ്, പുള്ളിക്ക് വയ്യ. പിന്നെ വേറെ ആരാണുള്ളത്?
ഇപ്പോൾ ഒന്നാമത്തെ അവര് കാര്യം അവിടുത്തെ ഒരു അങ്ങനെ ഹൈ സ്കോറിംഗ് ഗെയിം ആയിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. അവർ മോസ്റ്റ് പ്രോബ്ലി ബ്ലാക്ക് സോയിൽ തന്നെ ആയിരിക്കും കളിക്കുന്നത്, കാരണം അവരുടെ സ്പിന്നർ ഹെവി ആയതുകൊണ്ട്. പക്ഷേ അത് വലിയൊരു ബാക്ക്ലാഷ് അവർക്കുണ്ടാകാൻ ചാൻസ് ഉണ്ട്, കാരണം അവർ സ്പിന്നേഴ്സ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു 7 to 50 എന്നുള്ള മിഡിൽ ഓവേഴ്സിലാണ്. പക്ഷെ അതുവരെയൊക്കെ കളി കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ, അതുവരെ അവർ എത്തിയാൽ അത് കേൾക്കാനും വലിയ തലവേദനയാവും. പിന്നെ ആകെപ്പാടെ ഒരു ആശ്വാസം കേൾക്കാൻ്റെ അടുത്ത് ചോദിക്കുക, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ ടേബിളിനകത്ത് നിന്ന് ആരെയാണ് കളിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് നെയിമേ അവർ മോസ്റ്റ് ലൈക്ക് കോമൺ സെൻസ് കൊണ്ട് പിക്ക് ചെയ്യത്തുള്ളൂ. ഒന്ന് മുംബൈയും ഒന്ന് ഡൽഹിയുമാണ്. അതിൽ ഡൽഹിയായിട്ടാണ് കളിക്കുന്നത് എന്ന് വലിയൊരു ആശ്വാസം. രണ്ട്, ഇത് അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് എന്നുള്ളതും കെ കെ ആറിനെ സംബന്ധിച്ച് അതിലും വലിയൊരു ആശ്വാസം. ഇപ്പോൾ ഡൽഹി ആണെന്നുണ്ടെങ്കിൽ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ടീമാണ് ഡൽഹി. പവർ പ്ലേയിൽ ഏറ്റവും മോശം സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു ടീമാണ്, റൺ റേറ്റ് ഉള്ള ഒരു ടീമാണ് ഡൽഹി. മനസ്സിലായോ? അതിനെ എത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്യും, അതിനുള്ള ബോളേഴ്സ് ഇവിടെ ഇല്ലാതായിപ്പോയി. ഒരു 1-2 സ്ട്രൈക്ക് ബോളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അവർ കളിച്ച് സ്ട്രൈക്ക് ചെയ്യത്തില്ലെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡേറ്റ കൊണ്ടാണ്. ഇച്ചിരൂടെ നന്നായിട്ട് ഒരു സ്ട്രൈക്ക് അപ്പ് ചെയ്യുന്ന ഒരു ഫോറിൻ ഫാസ്റ്റ് ബോളർ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ഒരു സാധ്യത നെഗ്ലക്റ്റ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞിട്ട് ഡൽഹി എലിമിനേറ്റ് ആയിപ്പോയി. ഇന്ന് പഞ്ചാബ് ജയിച്ചതോടുകൂടി ഡൽഹിയുടെ എല്ലാ സാധ്യതകളും കഴിഞ്ഞു, ഓട്ടോമാറ്റിക്കലി എലിമിനേറ്റഡ് ആയിപ്പോയി. അല്ലെന്നുണ്ടെങ്കിലും ഡൽഹിക്ക് സാധ്യതയൊന്നും ഉണ്ടെന്നേ നമുക്ക് പറയാൻ പറ്റത്തില്ല. മാത്തമാറ്റിക്കലി സാധ്യതകളുണ്ടാവും. ഡൽഹി ഒരുപക്ഷെ 240 റണ്ണിന് ഈ കളി ജയിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ 260 റണ്ണിന് ഈ കളി ജയിച്ചിരുന്നുവെങ്കിൽ ഡൽഹിക്ക് സാധ്യത ഉണ്ടായേനെ. 6-ാമത്തെ ഓവറിലും കണ്ട് 5 ഓവറിലും കണ്ട് 200 ചേസ് ചെയ്തിരുന്നെങ്കിൽ ഡൽഹിക്ക് ഈ കളി മാത്തമാറ്റിക്കലി സാധ്യത ഉണ്ടായേനെ. എല്ലാ ബോളും സിക്സ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൽഹിക്ക് ആ സാധ്യത ഉണ്ടായേനെ, പഞ്ചാബ് തോറ്റിരുന്നുവെങ്കിൽ. ഇപ്പോൾ ആ ഒരു സിനാരിയോ ഇല്ല, ഡൽഹി ഓൾറെഡി പുറത്തായി. പിന്നെ ഒരു കാര്യം വെച്ചാൽ, ഡൽഹി അവരുടെ പവർ പാക്ഡ് 11 അല്ല ഇറക്കുന്നത്, അങ്ങനെ ഒരു 11 അവർക്കില്ല. അവർ പിന്നെ അടുത്ത വർഷത്തേക്കിന് വേണ്ടിയുള്ള ഒരു ടീമിനെ മോൾഡ് ചെയ്യുകയാണ്. അതും കെ കെ ആറിനെ സംബന്ധിച്ച് ഒരു ആശ്വാസമാണ്. ഇപ്പം ഈ ഒരു കളി SRHന്റെ അടുത്തോ ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ഒരു 5 ടീമിനെടുത്തോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നമുക്ക് ഈ ഒരു വീഡിയോ പോലും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് ഡയറക്റ്റ് 1 മിനിറ്റ് നിർത്താം, കെ കെ ആർ സക്സസ്ഫുള്ളി എലിമിനേറ്റഡ് എന്ന്. പക്ഷേ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കഷന് ചാൻസ് വരുന്നത് കളിക്കുന്ന ഡൽഹി ആയിട്ടായതുകൊണ്ടും അത് അവരുടെ ഡൽഹി തട്ടകത്തിലായതുകൊണ്ടും ആയതുകൊണ്ടാണ്. മാത്രമാണ്. പക്ഷെ ഡൽഹി നേരത്തെ കളിച്ച ഡൽഹിയുടെ ടീമിനെക്കാട്ടി കുറച്ചും കൂടെ നല്ല ടീം ആയിരിക്കും, കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള ടീമായിരിക്കും ഇത് ഉം. അടിക്കാനായിട്ട്. സോ അതാണ്. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഇവർക്ക് ഈ ഒരു സാധ്യതയുള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതായത് ഇതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ പോയിന്റോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. അടിക്കുക, ഉം, കണ്ടും ഈ പൂട്ടി ഒരു അടിക്കുക. അതും മാച്ചിന്റെ പ്രാധാന്യം മാത്രമേ മുംബൈ ഉള്ളൂ. അതായത് കനിഞ്ഞാൽ. മുംബൈ കഴിഞ്ഞാൽ അത് മാത്രമല്ല, ഈ മാച്ചിന്റെ പ്രാധാന്യം ഇപ്പൊ പഞ്ചാബിന് ചാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ മാച്ചിന് പ്രാധാന്യം. ഇനി എങ്ങാനും ഒരു ചാൻസിൽ ഇവർ അടിച്ച് കയറി കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ബാക്ക്ലാഷ് പഴിയേക്കാൻ പോകുന്നത് ശ്രേയസ് അയ്യരാണ്. നേരത്തെ പറഞ്ഞ പോലെ ആ സെഞ്ചുറിക്ക് വേണ്ടി അടിച്ച 3-4 ബോളുകൾ ഒരുപക്ഷെ പഴിയേക്കേണ്ടി വരും. പക്ഷെ അതിനുള്ള സാധ്യത ഇല്ല. എന്റെ ഒരു ആഗ്രഹം ശ്രേയസ് ഇതിൽ ഡൽഹി ജയിക്കണം മറ്റുള്ളവരുടെ തന്നെയാണ്. സെഞ്ചുറിയെ പുള്ളിയായിട്ട് സ്പോയിൽ ചെയ്യത്തുള്ളൂ. പുള്ളിയുടെ സെഞ്ചുറി പുള്ളി എങ്ങനെയെങ്കിലും അടിക്കും. അല്ല, പക്ഷെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ശ്രേയസ് അയ്യർ ഇങ്ങനെ കളി. ഞാൻ ഇന്നും ശരിക്കും വിചാരിച്ച ഫസ്റ്റ് സിംഗിൾ എടുത്തപ്പോ അടുത്ത ഒരു ഇതിലേക്ക് പോയപ്പോ ഞാൻ വിചാരിച്ചു ശ്രേയസ് അയ്യർ പോയിട്ട് അടിക്കുമെന്ന് പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളി ഭംഗിയായിട്ട് അത് സെഞ്ചുറി അടിച്ച് പോയി. അതാണ്. അപ്പൊ ആ ഒരു മാച്ചിന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും വിഷമം എന്താണെന്ന് വെച്ചാൽ, ഇനി അഥവാ കഷ്ടിച്ച് കയറി ഇനി പഞ്ചാബ് കയറിയാൽ SRH ആയിട്ട് കളിക്കേണ്ടി വരും എന്നുള്ളത്. രണ്ടും ഒരു സോഫ്റ്റ് കോർണറുള്ള ടീമാണ്. ആ രണ്ടുപേർ ടീം തമ്മിൽ അടിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ അതിലും ബെറ്റർ ഇനി KKR ജയിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിലാണ് കളി, അത് പഞ്ചാബിന് വലിയ ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. അതെ, അടുത്ത 2 കളി പഞ്ചാബിന് അഡ്വാൻറ്റേജ് ആണ്. രണ്ടും ഹൈ സ്കോറിംഗ് വെനുമാണ്, ഒരു ബോളിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. പിന്നെ ഫൈനൽ നോക്കിയാൽ മതി, അവിടെ ഉം. ഗുജറാത്ത് അല്ലെങ്കിൽ കൊള്ളാം. വീണ്ടും ഒരു പഞ്ചാബ് RCB ഫൈനൽ, അങ്ങനെ ഒരു ടെസ്റ്റ് വരട്ടെ. അപ്പൊ എന്തായാലും നമുക്ക് ഈ വീഡിയോ എൻ്റെ വൈൻഡപ്പ് ചെയ്യാം. അഭിപ്രായത്തിൽ ഇത്ര നേരത്തെ ഡിക്ലെയർ ചെയ്യരുതായിരുന്നു ഈ പറയുന്നോട്ട് ക്വാളിഫയറും എലിമിനേറ്ററും നടക്കാൻ പോകുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്ത് ഇച്ചിരി ഒരു ന്യൂട്രൽ വെന്യൂ പിക്ക് ചെയ്യാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. ശരിക്കും ഹോം അഡ്വാൻറ്റേജ് കിട്ടേണ്ടത് പ്രീവിയസ്ലി കപ്പ് അടിച്ച ടീമിനാണ്. അതില്ലാത്ത പക്ഷം പിന്നെ ഒരു ന്യൂട്രൽ വെന്യൂ എന്നുള്ള രീതിയിൽ പോകണമായിരുന്നു. ഇതിപ്പം ഈ എലിമിനേറ്ററും ക്വാളിഫയറും നടക്കുന്നത് ഈ ടോപ്പ് 4 വന്ന 2 ടീമിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ്. അതെ, അതെ. ഈ ഗുജറാത്തിലേക്ക് കളി ഫൈനൽ പോകുന്നതിനകത്ത് അത് സ്വാഭാവികമല്ല. നമ്മൾ കാലാകാലങ്ങളിൽ എത്രയോ പ്രാവശ്യം ഗുജറാത്തിലാണ് മിക്കാറ്. ഇതിന്റെ മാത്രമല്ല, എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫൈനല് അങ്ങോട്ട് അവസാനം അവിടെ. പിന്നെ അതിനൊരു റീസൺ ഉണ്ട്. ആ ഗ്രൗണ്ട് അത്രയും വലിയ ഗ്രൗണ്ടാണ്, അത്രയും പേരെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതുപോലെ അതിന്റെ റവന്യൂ ഒക്കെ ജനറേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഗ്രൗണ്ടാണ്. ഇത്രയും ക്രൗഡിനെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും, അതിനുള്ള സൗകര്യങ്ങളുണ്ട്.
അതിൻ്റെ ഒരു ഉണ്ട്. കണക്കുണ്ട്. ഈ ഇതാണ് 30,000 പേര് അടങ്ങുന്ന ഒരു സ്റ്റേഡിയം ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ജനറേറ്റ് അപ് ടു 18 ക്രോർസ്. ഉം. മനസ്സിലായി? അപ്പോൾ 1,00,000 പേരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം ആണെന്നുണ്ടെങ്കിലോ അറ്റ്ലീസ്റ്റ് 18 × 3 കൊള്ളിക്കാം അല്ലേ? എന്തായിരിക്കും അപ്പോൾ ഉണ്ടാകുന്ന BCCയുടെ ജനറേഷൻ? അതെ, ഒബിയസ്ലി അത് തന്നെ ആയിരിക്കുമല്ലോ അവര് നോക്കുന്നത്. ഇപ്പൊ എൻഡ് ഓഫ് ദ ഡേ ഇതിൽ കാശുണ്ടായാലേ ഈ കാര്യങ്ങളെല്ലാം നടക്കൂ. അപ്പൊ പിന്നെ അതുകൊണ്ട് അവരത് നോക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. ഗുജറാത്ത് എങ്കിൽ ഗുജറാത്ത്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ എന്താ ഇനി അങ്ങോട്ട് എന്തായാലും ആവേശമായിരിക്കും. ഈ ചെറിയ രീതിയിലൊരു മന്ദതയുണ്ട് ഈ മാച്ചിന്, ഈ റിവ്യൂവിന്, ഈ പ്രിവ്യൂവിന്. കാരണം അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു മാച്ച് ആയതുകൊണ്ടാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കമന്റ് ചെയ്യുക ഇതിന്റെ അഭിപ്രായം, ഈ മാച്ചിനെ പറ്റിയുള്ള അഭിപ്രായത്തെ പറ്റിയിട്ട്. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.